ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? എന്താ, 2 കൂന്തൾ കിട്ടിയിട്ടുണ്ട്. ഈ കൂന്തളും ഒരു കിഴങ്ങും കൂടെ ഞാനൊരു റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിപ്പം ചപ്പാത്തിക്കൊക്കെ കഴിക്കാനും പൊറോട്ടയ്ക്കൊക്കെ നല്ല ഒരു റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തുകൊണ്ട് വരാവേ. നമ്മുടെ കൂന്തളൊക്കെ അതാ നോക്കിയേ, നല്ലപോലെ കഴുകി അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ കിഴങ്ങാണ്, ഒരു കിഴങ്ങ് ഇതാ ഇങ്ങനെ ചെറുതാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടെ അരിഞ്ഞ് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് എന്നാണെന്നറിയോ? കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് ചതച്ചത്, ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, വറ്റൽമുളക് ചതച്ചത്, തക്കാളി ഒരെണ്ണം ചെറുതാക്കി അരിഞ്ഞത്, 1 സ്പൂൺ തൈര്, നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഈ സവോള, 2 സവോള അരിഞ്ഞത് ചെറുതാക്കി അരിഞ്ഞതാണ്, അതൊന്ന് വറുത്തെടുക്കണം. നമ്മുടെ കൂന്തളൊക്കെ ഇങ്ങനെ ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കുന്ന സമയം കൊണ്ട് ഇതെല്ലാം ഒന്ന് പിടിക്കണം കേട്ടോ. ഒക്കെ ഒന്ന് നോക്കണേ. അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പം പാൻ അടുപ്പ് വെച്ച് ചൂടായി വന്നപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കും. എന്ന് ചൂടായപ്പം സവോള ഇട്ടു. നന്നായിട്ടൊന്ന് ഫ്രൈ ആയിക്കോട്ടെ. സവോളയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കൂന്തൾ ഈ മിക്സില്ലേ ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനിയില്ലേ ഇതിനകത്ത് വെള്ളമൊന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ ഇരുന്ന് ആവിയിലങ്ങ് വെന്തോട്ടെ. ഇതിനകത്തു നിന്നൊക്കെ വെള്ളം ഇറങ്ങും, അത് മതി. ഇനി ഇച്ചിരി കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇടാം. പാത്രം കഴുകി ഒന്ന് കൈവെള്ളം ഇച്ചിരി ഒന്ന് കുടഞ്ഞു കേട്ടോ. മൂടി വെച്ചു. നമ്മുടെ കൂന്തളും കിഴങ്ങും കൂടെയുള്ള റോസ്റ്റ് എന്തായെന്നൊന്ന് നോക്കണ്ടേ? അതാ നോക്കിയേ, എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെയൊക്കെ കൂടെ ആണെങ്കിൽ ഒരു നുള്ളു തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഒഴിച്ചോ, അന്ന് കുറച്ചും കൂടി ഒന്ന് ലൂസാവും. അപ്പം നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നല്ലതായിരിക്കും. ചോറിനാണെങ്കിൽ ഇങ്ങനെ തന്നെ. ഇനി ഇതിനകത്തോട്ട് ഞാൻ ചപ്പാത്തിയാണ്, അതിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഒരു സ്പൂൺ തേങ്ങാപ്പാലേ ഉള്ളൂ കേട്ടോ. ഒറ്റ സ്പൂൺ ഒഴിച്ചാൽ മതി, ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസാവാൻ, ചപ്പാത്തിക്ക് വേണ്ടി. ഈ തേങ്ങാപ്പാൽ ഒരാവശ്യവുമില്ല, വേണമെങ്കിൽ മാത്രം ഒഴിച്ചേക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നതിനാ പറയുക, ഇച്ചിരി മല്ലിച്ചപ്പും കുറച്ച് കറിവേപ്പിലയും. ഇതാ തീർന്നു പരിപാടി. കണ്ടോ, നല്ല അടിപൊളി ഒരു സാധനമാണ് കേട്ടോ. കൂന്തൽ കിട്ടുമ്പം നമ്മൾ പല രീതിയിൽ വെക്കാറുണ്ട്. ഇങ്ങനെ കിഴങ്ങിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയേ, സൂപ്പറാ. കണ്ട, നല്ല രസമുള്ളൊരു റോസ്റ്റാണ്. തേങ്ങാപ്പാൽ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഇച്ചിരി ചപ്പാത്തിക്ക് ആയതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ലൂസാക്കിയതാണ്. കൂന്തൽ കിട്ടുമ്പോൾ ഒരു കിഴങ്ങും കൂടെയൊക്കെ ഇട്ട് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയോ. ചപ്പാത്തിക്കും മറ്റുള്ള എന്തിനും പറ്റുന്ന നല്ല ഒരു റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. റോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടേതായ സ്റ്റൈൽ വേറെ സ്റ്റൈലിലൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഉണ്ടാക്കിയതാണ്. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.